സ്നേഹമുള്ളവരെ, കുടുംബത്തിൻ്റെ വിളക്കാണ് ഒരു നല്ല ഭാര്യ. വീടിൻ്റെ വിളക്കാണ് ഉത്തമയായ ഭാര്യ. അവളെക്കുറിച്ച് പറയുന്ന 5 കാര്യങ്ങളുണ്ട്. ഒരു നല്ല അമ്മയായി, ഒരു നല്ല ഭാര്യയായി ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള 5 കാര്യങ്ങൾ. 1, ഒരു നല്ല ഭാര്യ അതിരാവിലെ എഴുന്നേറ്റ് വീട്ടിലെ ജോലികൾ കൃത്യമായി ചെയ്യുന്നവളാണ്. മടുപ്പുള്ള ഭർത്താവിനെയും കൂട്ടാം, പക്ഷേ ഈ ഒരു ചിട്ട ഒരു സ്ത്രീയുടെ ഹൃദയത്തിൻ്റെ ഭാഗമായി മാറണം. അതിരാവിലെ എഴുന്നേറ്റ് വീട് വൃത്തിയാക്കുന്നു, പ്രാർത്ഥനാന്തരീക്ഷം തിരി തെളിക്കുന്നു, വിളക്ക് കൊളുത്തുന്നു, നല്ല കട്ടൻ ചായയോ കട്ടൻ കാപ്പിയോ പാൽ കാപ്പിയോ ചായയോ ഒക്കെ എടുത്ത് ഭർത്താവിനും കുടുംബത്തിനും കൊടുക്കുന്നു. അതിൽ ഒരു മടിയില്ല. ആണുങ്ങൾക്കും ആകാം. ഒരു നല്ല സ്ത്രീ എന്ന രീതിയിൽ അച്ഛൻ സൂചിപ്പിക്കുകയാണ്. അതിരാവിലെ എഴുന്നേറ്റ് വീട്ടിലെ ജോലി വൃത്തിയായിട്ട് ചെയ്യണം. ചുമ്മാ സിനിമയും കണ്ട് വാട്സപ്പും നോക്കി യൂട്യൂബും സെർച്ച് ചെയ്ത് പാതിരായ്ക്ക് ഉറങ്ങിയിട്ട് രാവിലെ 8 ആയാലും എഴുന്നേക്കാത്ത ഒരു സ്ത്രീ ഉത്തമയായ ഒരു ഭാര്യയെന്ന് പറയാൻ പറ്റുകയില്ല. നമ്മുടെ ഭാരതീയ പാരമ്പര്യത്തിൽ ഒരു സ്ത്രീ വെളുപ്പിനെ നേരത്തെ കിടന്നുറങ്ങി വെളുപ്പിനെ എഴുന്നേറ്റ് വീടും വീട്ടുപകരണങ്ങളും വീട്ടിലെ കാര്യങ്ങളും വൃത്തിയായി സൂക്ഷിക്കുന്നവളും പരിപാലിക്കുന്നവളും പരിചരിക്കുന്നവളും അവളാണ് ഉത്തമയായ ഭാര്യ എന്ന് പറയുക. രണ്ടാമത് അവളുടെ യോഗ്യത എന്ന് പറയുന്നത്, എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞും അല്പസമയം കൂടി പ്രാർത്ഥിക്കണം. ഭർത്താവിന് പ്രാർത്ഥന കുറവുണ്ട്, മക്കൾക്ക് പ്രാർത്ഥന ഇഷ്ടമില്ല. ഒരു നല്ല ഭാര്യ എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞും അല്പസമയം കൂടി പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു നല്ല ഭാര്യ ആകുമ്പോൾ മക്കൾ പ്രാർത്ഥനയിൽ വരും. സാവധാനം ഭർത്താവിൻ്റെ സ്വഭാവം മാറും, കാഴ്ചപ്പാടുകൾ മാറും, ജീവിതത്തിൽ ഒരു വലിയ മാറ്റം വരും. ഇതാണ് ഉത്തമയായ ഭാര്യ എന്ന് പറയുക. ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് ജോലി ചെയ്യുന്നവൾ, എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞും അല്പം കൂടി പ്രാർത്ഥിക്കുന്നവൾ. 3, അവൾ സ്വന്തം കൈകൊണ്ട് തോട്ടങ്ങൾ നട്ടുപിടിപ്പിക്കുന്നവൾ എന്ന് പറഞ്ഞാൽ, വീടിന് ടെറസുണ്ടോ, ചാക്കിൽ മണ്ണിട്ട് പച്ചക്കറിത്തോട്ടം പിടിപ്പിക്കാം. സ്ഥലമാണോ, വീടിന് ചുറ്റും പയർ, കോവൽ, വെണ്ട, പാവൽ ഇങ്ങനെ പലതും നട്ടുപിടിപ്പിക്കാം. ഞാൻ യൂറോപ്പിലും അമേരിക്കയിലും കണ്ടിട്ടുണ്ട്. നല്ല സ്ത്രീകൾ ഇങ്ങനെ പണിയും അലയും കഷ്ടപ്പെട്ട് അവർ ഇങ്ങനെയൊക്കെ ചെയ്തു വെക്കും. വില കൊടുത്താൽ എന്തും കിട്ടും, അതല്ലല്ലോ വേർപ്പിൻ്റെ വിലയായി കിട്ടുന്ന വിഭവങ്ങൾ, അതുള്ള അന്തസ്സ്. ഉത്തമയായ ഭാര്യ സ്വന്തം കൈകൊണ്ട് തോട്ടങ്ങൾ നട്ടുപിടിപ്പിക്കും. എന്തെങ്കിലും മെയ് വഴങ്ങി ദേഹം അനങ്ങി ചെയ്യാൻ മടിയില്ലാത്തവൾ ഉത്തമയായ ഭാര്യ. അവളുടെ 4ാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത്, ഒരു നല്ല ഭാര്യ വാ തുറന്നാൽ നല്ലതേ പറയൂ. കുറ്റം പറയാൻ ഒരുപാട് വകുപ്പുകളുണ്ട്, ഒത്തിരി കണ്ടുവച്ചിട്ടുമുണ്ട്. പക്ഷെ ഒരു നല്ല അമ്മ, ഒരു നല്ല ഭാര്യ അതരം തുറന്നാൽ അവൾ നല്ലതേ പറയൂ, മോശമായതൊന്നും പറയയില്ല. ഭർത്താവിൻ്റെ വീട്ടുകാരുടെയും നന്മ, കുഞ്ഞുങ്ങളുടെയും നന്മ, ഒരു ഭർത്താവാണെങ്കിൽ ഭാര്യയുടെയും ഭാര്യ വീട്ടുകാരുടെയും നന്മ. തിന്മ പെറുക്കിയെടുക്കാനുണ്ട്, പക്ഷെ അതിനുപ്പുറം നന്മ കാണുക. ഉത്തമയായ ഭാര്യ വാ തുറന്നാൽ അവൾ നല്ലതേ പറയും. 5ാമത്തെ ഒരു പ്രത്യേകത, ഒരു നല്ല അമ്മയുടെ, ഒരു നല്ല ഭാര്യയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അവൾ ഉള്ളതിൻ്റെ ഓഹരി ഇല്ലാത്തവരുമായി പങ്കുവെക്കും. ഒരു നല്ല അമ്മ, ഒരു നല്ല സ്ത്രീ എന്നാ ഉണ്ടെങ്കിലും അതിൻ്റെ ഓഹരി ഇല്ലാത്തവരുമായി പങ്കുവെക്കും. എത്ര പങ്കുവെക്കുന്നൊന്നുമല്ല, പങ്കുവെക്കുന്ന മനസ്സ് എത്ര ചെറുതാണെങ്കിലും കുഴപ്പമില്ല, പങ്കുവെക്കും. അങ്ങനെ പങ്കുവെക്കുമ്പോൾ നിങ്ങളുടെ മക്കളുടെ സ്വത്തിന് ദൈവം വേലി കിട്ടും. നമ്മുടെ മക്കളുടെ സ്വത്തിന് ദൈവം വേലി കിട്ടും, ദൈവം വേലി കെട്ടി സംരക്ഷിക്കും. ഇതാണ് ഉത്തമയായ ഭാര്യയുടെ 5ാമത്തെ യോഗ്യത. 1, കൂടുതൽ പ്രാർത്ഥിക്കുന്നവൾ. 2, അതിരാവിലെ വീട്ടിലെ ജോലി വൃത്തിയായി ചെയ്യുന്നവൾ. 3, നല്ലത് മാത്രം സംസാരിക്കുന്നവൾ. 4, അല്പം കൂടി പ്രാർത്ഥിക്കുന്നവൾ. 5, ഉള്ളതിൻ്റെ ഓഹരി ഇല്ലാത്തവരുമായി പങ്കുവെക്കുന്നവൾ. അങ്ങനെ കുടുംബത്തെ അനുഗ്രഹീതമാക്കുന്ന ഒരു ഭാര്യയായി, അമ്മയായി മാറുവാൻ ഓരോ സ്ത്രീക്കും സാധിക്കട്ടെ. നന്ദി, നമസ്കാരം.